നമസ്കാരം. ശിവ ടീച്ചറിന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് 9ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ അവസാനത്തെ സെക്കൻഡ് പാർട്ടിലെ കേരള പാഠാവലിയിലെ അവസാനത്തെ പാഠത്തിലേക്ക് കിടക്കാം. മധുരക്കിഴങ്ങിന്റെ രുചി എന്നതാണ് നമ്മുടെ അവസാനത്തെ പാഠത്തിന്റെ പേര്. പകൽ സ്വപ്നത്തിൽ വെയിൽ കായാൻ വന്ന ഒരു നരി എന്ന സന്തോഷ് ഏച്ചിക്കാനത്തിന്റെ കഥാസമാഹാരത്തിൽ നിന്നാണ് മധുരക്കിഴങ്ങിന്റെ രുചി എന്ന കഥ എടുത്തിരിക്കുന്നത്. അപ്പോൾ സന്തോഷ് ഏച്ചിക്കാനം നിരവധി കൃതികൾ എഴുതിയിട്ടുള്ള നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ ഒരു യുവ എഴുത്തുകാരനാണ്. അദ്ദേഹത്തിന്റെ ഈ ഒരു കഥ എന്ന് പറയുന്നത് മധുരക്കിഴങ്ങിന്റെ രുചി എന്നുള്ളതിനേക്കാൾ മധുര പ്രതികാരം എന്ന് മാറ്റിയാൽ കൊള്ളാമായിരുന്നു. കാരണം അത്രയ്ക്ക് മനുഷ്യന്റെ ജീവിത സാഹചര്യങ്ങൾ ഭിന്നമാണ്. ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങൾ ഭിന്നമാണ്. ആ ഭിന്നമായ ജീവിത സാഹചര്യങ്ങളിൽ പ്രതിസന്ധികൾ ഉണ്ടാവുമ്പോൾ എങ്ങനെയാണത് തരണം ചെയ്യുക എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും ഓരോ മനുഷ്യന്റെയും ജീവിത വിജയം. ഇവിടെ രണ്ട് ചെറിയ കുട്ടികൾ, അവരുടെ ജീവിത വിജയം എങ്ങനെയാണ് അവർ കൈവച്ചിരുന്നത്, അല്ലെങ്കിൽ ഇത്രയും പ്രതിസന്ധികളിൽ അവരെങ്ങനെയാണ് പിടിച്ചു നിന്നത്, അവരെങ്ങനെയാണ് പിടിച്ചു നിന്നതെന്നാണ് ഈ കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ ഇത് നടക്കുന്നത് ഒരു കാസർഗോഡുള്ള ഒരു ഗ്രാമം, ബേഡുടുക്ക എന്നുള്ള ഒരു ഗ്രാമത്തിലാണ്. അപ്പോൾ ഇത് അദ്ദേഹത്തിന്റെ ഒരു അനുഭവ വിവരണം എന്നുള്ള രീതിയിലാണ് കഥാനായകൻ കഥ പറയുന്ന രീതിയിലാണ് ഇത് എഴുതിപ്പോയിരിക്കുന്നത്. അപ്പൊ ആ ഒരു പ്രദേശത്തിന്റെ പ്രത്യേകത, ബസ് ഇറങ്ങി കയ്യാല കയറി പാറക്കെട്ടുകളും കുറ്റി ചെടികളും നിറഞ്ഞ ഇടവഴിയിലൂടെ കവുങ്ങിൻ തോപ്പിൽ ഞങ്ങൾ എത്തിയപ്പോഴേക്കും കുറെ ആളുകൾ ഇങ്ങനെ ഓടിപ്പോകുന്ന ഞങ്ങൾ കണ്ടു. അപ്പൊ പച്ച നിറം വ്യാപിച്ചു കിടക്കുന്ന ഒരു വയലാണ് പിന്നെ കാണുന്നത്. അവിടെ ഒരുപാട് ആളുകൾ കൂടി നിൽപ്പുണ്ട്. അപ്പൊ എന്തെങ്കിലും അത്യാഹിത അപകടം സംഭവിച്ചിട്ടാണോ ഇവരിങ്ങനെ ഓടിപ്പോകുന്നത്, അല്ലെങ്കിൽ ആളുകൾ ഇത്രയും വെപ്രാളപ്പെട്ട് ഓടിപ്പോകേണ്ട ആവശ്യമില്ലല്ലോ. കണ്ടത്തിലെ ഈർപ്പം മാറാത്ത മൺകട്ടകൾക്ക് മുകളിൽ ഏതെങ്കിലും ഒരു പരിചയക്കാരൻ മരിച്ചു കിടക്കുന്നതൊക്കെ, കുട്ടിയല്ലേ, എന്റെ മനസ്സിൽ പെട്ടെന്ന് അങ്ങനെ ചിന്തകളൊക്കെ ഉണ്ടായി. പക്ഷെ ഒരു ഓടിപ്പോകുന്ന ആളുകളുടെ മുഖത്തൊന്നും ദുരന്തം നടന്നതിന്റെ ഒരു സൂചനയില്ല. എല്ലാവരും എന്തോ ഒരു അത്യാവശ്യ കാര്യം കാണാൻ പോകുന്ന പോലെയാണ് പോകുന്നത്. അപ്പൊ ഞാനും അങ്ങോട്ടേക്ക് വച്ചു പിടിച്ചു. അപ്പോ അവിടെ ചെന്നപ്പോ കുറെ ആളുകൾ ഇരുന്ന് മധുരക്കിഴങ്ങ് മാന്തി എടുക്കുകയാണ് മണ്ണിൽ നിന്ന്. രണ്ട് കുട്ടികളും ഉണ്ട്. അപ്പൊ ഇത് കാണാനാണ് ആളുകൾ ഓടിപ്പാഞ്ഞ് ഇങ്ങി വന്നത്. അപ്പൊ നെൽകൃഷി കഴിഞ്ഞാൽ ആളുകൾ പച്ചക്കറിയും മധുരക്കിഴങ്ങും ഒക്കെ സാധാരണ നെൽകൃഷിയുടെ ഇടകൃഷിയായിട്ട് ഇടവേളകളിൽ ചെയ്യാറുണ്ട്. അപ്പൊ അത് കാണാൻ എന്തിനാണ് ഇത്രയും പേര് ഓടിപ്പോകുന്നത് എന്നൊക്കെ ഞാൻ ചിന്തിച്ചു. അപ്പോഴാണ് ഇതിൽ എന്താണ് ഇത്ര അത്ഭുതം എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു കഥാപാത്രം ചെറിയാനേട്ടൻ പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിലെ, അപ്പൊ അദ്ദേഹമാണ് ഈ കഥ പിന്നീട് വിവരിക്കുന്നത്. ഈ പാഠത്തിൽ നിന്ന് ചെറിയാനേട്ടൻ കഥാപാത്ര നിരൂപണം ചോദിക്കാറുണ്ട്. ഈ ഭാഗം നിങ്ങൾ മാർക്ക് ചെയ്ത് പഠിക്കാം. ഞങ്ങളുടെ നാട്ടിലെ പ്രായം കൂടിയ കൃഷിക്കാരനും കന്നുകാലി ചികിത്സകനുമാണ് അദ്ദേഹം. ഞാൻ കാര്യം പിടിയിട്ടത് അദ്ദേഹത്തെ നോക്കി. അപ്പൊ ചെറിയാനേട്ടൻ ഞങ്ങളുടെ ഗ്രാമത്തിലെ അത്ഭുതത്തിന്റെ കഥ ഞങ്ങളോട് വിവരിക്കുകയാണ്. അതായത് മരണത്തിന് മേൽ ജീവിതത്തിന്റെ വിളവെടുപ്പ് നടത്തിയ രണ്ട് കുട്ടികളാണ് ആ കഥയിലെ കഥാപാത്രങ്ങൾ. 8 വയസ്സുകാരനായ സുജിത്തും 6 വയസ്സുകാരിയായ സുനിതയുമാണ് ഇതിലെ മുഖ്യ കഥാപാത്രങ്ങൾ. ഇവർക്ക് ഒരു അമ്മയുണ്ടായിരുന്നു. അപ്പോ പേര് നാരായണി. അപ്പൊ ഈ സുജിത്തിന്റെയും സുനിതയുടെ അമ്മയുടെ പേര് നാരായണി. ഇവർക്ക് പുറമെ 2 പെൺമക്കളൂടെ നാരായണിക്ക് ഉണ്ടായിരുന്നു, രുക്മിണിയും രാഗിണിയും. അപ്പോ അവർക്ക്, അതായത് ഈ നാരായണിയുടെ മക്കളുടെ അച്ഛൻ ആരാണെന്ന് ഈ കുട്ടികൾ ഒരിക്കലും അമ്മയോട് ചോദിച്ചിരുന്നില്ല. പിന്നീട് രുക്മിണിയെ രാഗിണി വിവാഹം ചെയ്ത് ഏൽപ്പിച്ച വീട്ടിലെ പുരുഷന്മാരും ഇവരുടെ അച്ഛനെ കുറിച്ച് ചോദിച്ചില്ല. നാരായണി നല്ല സുന്ദരിയായിരുന്നു. അടുത്ത വീടുകളിലൊക്കെ പോയി എച്ചിൽ പാത്രങ്ങൾ കഴുകി അവിടെ നിന്ന് കിട്ടുന്ന പഴങ്കഞ്ഞിയും കൊണ്ടുവന്ന് അത് കുടിക്കുകയും ഈ മക്കൾക്ക് കൊടുക്കുകയും ചെയ്താണ് ഈ നാരായണി ജീവിച്ചത്. മാത്രമല്ല, അത് കുറച്ച് കിട്ടിയാൽ കൊണ്ടുവന്ന് വീട്ടിൽ താമസിക്കുന്ന അവളുടെ അമ്മയ്ക്ക്, നാരായണിയുടെ അമ്മ ചോയിച്ചിക്കും 100 കഴിഞ്ഞ അമ്മുമ്മ ഉണ്ടായിരുന്നു, 100 വയസ്സ് കഴിഞ്ഞ കുഞ്ഞമ്മയ്ക്കും കൊടുക്കുമായിരുന്നു. അപ്പൊ രാഗിണിയും രുക്മിണിയും കുട്ടികളോടൊപ്പം കളിച്ചും ഒക്കെ വളർന്നു. പക്ഷെ 7ാം ക്ലാസ്സിൽ എത്തിയപ്പോൾ രാഗിണിയും രുക്മിണിയുടെയൊക്കെ പഠിത്തം അവർ നിർത്തി. നാരായണി. എന്നിട്ട് അവര് ഈ രാഗിണിയും രുക്മിണിയും തുന്നൽ പണി പഠിക്കാനും ബീഡി ചുരുട്ടാൻ പഠിക്കാനും ഒക്കെ പോയി തുടങ്ങി. അപ്പൊ കാണാൻ ചന്തമുള്ളതുകൊണ്ട് ഈ കുട്ടികൾക്ക് പെട്ടെന്ന് കല്യാണാലോചന വന്നു. അപ്പൊ ഇവരെ രണ്ടുപേരും ആദ്യം വന്ന ആലോചനക്കാർക്ക് തന്നെ കെട്ടിച്ചു കൊടുത്തു. അപ്പൊ നാട്ടുകാർ മുഴുവൻ ഈ നാരായണിയുടെ 2 മക്കളുടെ വിവാഹത്തിന് പച്ചക്കറിയായും പലചരക്ക് സാധനങ്ങളുമായിട്ടും പണമായിട്ടൊക്കെ ഒരുപാട് സഹായിച്ചു. 2 മക്കളും പോയപ്പോഴാണ് നാരായണിക്ക് ഒരു ആലോചന. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നാരായണി സുന്ദരിയാണ്. അപ്പൊ അവൾക്കും ഒരു ആലോചന വന്നു. അപ്പൊ എല്ലാവരും പറഞ്ഞു, എന്താണ്, നാരായണി പിടിച്ചു നിൽക്കാൻ നോക്കി, പക്ഷെ നിന്റെ അമ്മ ചോയിച്ചി പിന്നെ കുഞ്ഞമ്മ അവർ രണ്ടുപേരും ചത്തുപോയാൽ നാരായണി നീ ഒറ്റയ്ക്കാവില്ലേ എന്ന് എല്ലാവരും ചോദിച്ചു. 2 പെൺമക്കളെ മംഗലം കഴിച്ചു കൊടുത്തില്ല, ഇനി നിനക്കൊരു ജീവിതം വേണ്ടേ എന്ന് എല്ലാവരും ചോദിച്ചപ്പോ നാരായണിക്ക് അത് ശരിയാണെന്ന് തോന്നി. അപ്പൊ നാരായണിക്ക് ഒരു കല്യാണാലോചന വന്നു. ഏതാണ്ട് 60നോടടുത്ത പ്രായമുള്ള ഒരു മനുഷ്യനാണ്. കാഴ്ചയിൽ അത്രയും തോന്നില്ല.
അയാളും നേരത്തെ വിവാഹമൊക്കെ കഴിഞ്ഞതാണ്. 3 മരണം അയാളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഒരു മാനസികമായ ഒരു ദുർബലനായിരുന്നു, അല്ലെങ്കിൽ ശാരീരികമായും മാനസികമായും ഒരു ദുർബലത അയാൾക്ക് അനുഭവപ്പെട്ടിരുന്നു. അപ്പോ ആ മനുഷ്യൻ നാരായണിയുടെ സൗന്ദര്യവുമായി ചേർത്ത് നോക്കാനൊന്നും പറ്റിയ ആളല്ല. എന്നാൽ പോലും നാരായണി അയാളോടൊപ്പം പോയി. അയാളിൽ 2 മക്കളുണ്ടായി നാരായണിക്ക്. അതാണ് ഈ കഥാപാത്രങ്ങളായ സുജിത്തും സുനിതയും. സുജിത്തിന് 6 വയസ്സായപ്പോഴാണ് നാരായണിക്ക് അജ്ഞാതമായൊരു രോഗം വന്നത്. അപ്പൊ 4മതും തന്റെ ജീവിതത്തിൽ ഒരു മരണം ഉണ്ടാകുമോ എന്ന് ആശാരിക്ക് ഭയമായി. അവന് വിഷമമായി, സങ്കടമായി. അങ്ങനെ അയാൾക്ക് കുറ്റബോധമായി. നാരായണി താമസിയാതെ മരിച്ചു. അപ്പൊ സുജിത്തും സുനീതയും പിന്നെയും അനാഥരായി. 2 കുട്ടികൾ. അമ്മ മരിച്ചപ്പോ അവർ അമ്മൂമ്മയുടെ വീട്ടിലെത്തി. മുതുമുത്തശ്ശിയായ കുഞ്ഞമ്മ, ഇതിനകം 100 വയസ്സ് കഴിഞ്ഞ കുഞ്ഞമ്മ ഉണ്ടായിരുന്നില്ല, അവര് മരിച്ചുപോയി. അപ്പൊ ഈ പറക്കമുറ്റാത്ത പേരക്കിടാങ്ങളെ പോറ്റാൻ വേണ്ടി നാരായണിയുടെ അമ്മ ചോദിച്ച് വീണ്ടും ജോലിക്ക് പോയി. 75കാരിയാണ് ചോദിച്ച്. അടുത്ത വീട്ടിലെ പാത്രങ്ങൾ കഴുകാൻ പോയി. വീണ്ടും പഴകിയ കഞ്ഞിയും പുളിച്ച കഞ്ഞിയായിട്ടൊക്കെ വന്ന് ഈ കുട്ടികൾക്ക് കൊടുത്തു. എന്നിട്ട് ആ വീടുകളിൽ ഒരിക്കലും മറ്റാർക്കും പാകമാക്കാത്ത വലിയ ഉടുപ്പുകളും ഒക്കെ കൊണ്ടുവന്ന് ഈ കുട്ടികൾക്ക് ഇട്ടുകൊടുത്തു. അപ്പൊ പാകത്തിനനുസരിച്ച് സുജിത്ത് മിടിയിടും. ചിലപ്പോ സുനിത ആൺകുട്ടികളുടെ ട്രൗസർ ഇട്ടു. അപ്പൊ ചെറിയനാട്ടൻ ഇതെല്ലാം കാണുന്നുണ്ട്. മുടി വെട്ടാൻ കാശില്ലാതെ പെൺകുട്ടികളെ പോലെയാണ് സുജിത്ത് നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവന് മിടിയിട്ടാലും അവനെ കണ്ടാ പെട്ടത് പെൺകുട്ടിയാണെന്ന് തോന്നുന്നു. എപ്പോഴും ചോദിച്ചിക്ക് ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു, എന്റെ കുഞ്ഞുങ്ങൾക്ക് മൺവെട്ടി പിടിക്കാനുള്ള ഒരു ആരോഗ്യം കൈക്ക് ഉണ്ടാവുന്നവരെ എന്നെ വിളിക്കല്ലേ ദൈവമെന്ന് ചോദിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇത്തിരി മണ്ണുണ്ട്, അപ്പൊ അതിൽ കപ്പ നട്ട് വിറ്റെങ്കിലും ഈ കുട്ടികൾ ജീവിച്ചോളൂ എന്നാണ് അവര് പ്രാർത്ഥിച്ചത്. പക്ഷെ ദൈവം ചോദിച്ചിയുടെ നിലവിളി കേട്ടില്ല. അവരുടെ ശരീരം അത്ര ക്ഷീണിച്ചതായിരുന്നു, ആരോഗ്യം ദുർബലമായിരുന്നു. അവര് പെട്ടെന്ന് മരിച്ചു. അപ്പൊ ഈ കുട്ടികൾക്ക് കരയാൻ പോലും വയ്യാത്തൊരു, അമ്മ മരിച്ചു, അമ്മൂമ്മ മരിച്ചു, ഇനി ഇവരെ നോക്കാൻ ആരും തന്നെ ഇല്ലാത്തൊരവസ്ഥയായി. പിന്നെ ആകപ്പാടെ ഉള്ളത് തകർന്നു വീഴും എന്ന് തോന്നുന്ന ഒരു ഓലപ്പുരയും 5 സെന്റ് മണ്ണും. അപ്പോ ഇവരുടെ അച്ഛൻ ആശാരി ഉണ്ടല്ലോ, അയാളുടെ സ്വത്തൊക്കെ മറ്റു ബന്ധത്തിലുണ്ടായിരുന്ന മക്കൾ പകത്തെടുത്ത് ഈ കുഞ്ഞുങ്ങൾ എങ്ങനെ ജീവിക്കുമെന്ന് ഗ്രാമം വല്ലാതെ വിഷമിച്ചു. അപ്പോൾ ആദ്യം ആൾക്കാരൊക്കെ ഇവർക്ക് ആഹാരമൊക്കെ കൊടുക്കുക. പിന്നെ ഗ്രാമം പതുക്കെ ഈ കുട്ടികളെ മറന്നു. അങ്ങനെ സുജിത്ത് ഇനി ഒരിക്കലും അമ്മുമ്മയും അമ്മയും തിരിച്ചു വരില്ല എന്നൊരു ബോധം ഉണ്ടായപ്പോ സുജിത്ത് എന്ത് ചെയ്തു, ആദ്യമൊക്കെ ആൾക്കാർ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കൊടുക്കുമായിരുന്നു. എന്നിട്ട് അനുജത്തെ തോട്ടി കൊണ്ടുപോയി കുളിപ്പിച്ച് തണുത്ത വെള്ളത്തിലിരുത്തി അവളെ കുളിപ്പിച്ച് വൃത്തിയാക്കി തലമുടി തോർത്തിക്കൊടുത്തു. പുതപ്പ് ഇട്ട് നല്ല മഴയത്ത് അവളെ പുതപ്പിച്ചുറക്കി. ഇടി വെട്ടുമ്പോൾ അവർ പേടിച്ചില്ല, കാരണം ഇടി വെട്ടിയാൽ നല്ല കൂണുകൾ മുളയ്ക്കുമെന്ന് അവരുടെ അമ്മൂമ്മ പറഞ്ഞു കൊടുത്തിരുന്നു ചോദിച്ച്. അപ്പൊ കൂണ് മുളച്ചാൽ അത് ആഹാരമാക്കാം എന്ന് കരുതി അവര് ഇടി വെട്ടുമ്പോൾ ആ കൂരയിൽ പേടിക്കാതെ കഴിഞ്ഞു. മെല്ലെ മെല്ലെ ഈ കുട്ടികൾ അവളുടെ ജീവിതത്തിലുണ്ടായ മരണങ്ങളെയും അനാഥത്വത്തെയൊക്കെ അതിജീവിക്കുന്നത് ഗ്രാമം കണ്ടു. സുജിത്ത് തവര പൊട്ടിച്ചു കൊണ്ടുവന്ന് ഉപ്പിട്ട് 3 നേരവും അത് കഴിച്ചു. ചോദിച്ച് ആഗ്രഹിച്ചിരുന്ന പോലെ ഒരു ദിവസം അവന് അവന്റെ കൈക്കോട്ട് മൺവെട്ടി എടുത്ത് ഉയർത്താൻ പറ്റി. അപ്പോഴേക്കും വയലിൽ കൊയ്ത്ത് കഴിഞ്ഞ് നിൽക്കുന്ന സമയമായിരുന്നു. ഇടവേളയായിട്ട് ഇടകൃഷി ഇറക്കുന്ന സമയമാണ്. ആൾക്കാർ പച്ചക്കറി മധുരക്കിഴങ്ങ് നടന്നു. അപ്പൊ 4-5 മാസത്തേക്ക് വയല് പാട്ടത്തിനെടുത്താണ് ആൾക്കാർ കൃഷി നടത്തുന്നത്. അപ്പൊ ഇവര് നിരാശരായി, കാരണം സുജിത്തും സുനിതയും നിരാശരായി അവിടെ ഇരിക്കുകയാണ്. അവർക്കും കുറച്ച് കൃഷിയൊക്കെ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്, മധുരക്കിഴങ്ങ് നട്ടാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷെ വയല് പാട്ടത്തിനെടുക്കാൻ ആ കുട്ടികളുടെ കയ്യിൽ കാശില്ല. അങ്ങനെയാണ് അവർ ചെറിയാനേട്ടനെ കാണുന്നത്. വെറുതെ ചോദിച്ചു, എന്തെങ്കിലും സ്ഥലം ഉണ്ടെങ്കിൽ തരുമെന്ന്. അപ്പം അദ്ദേഹം പറഞ്ഞു, ചോദിച്ചെങ്ങനെയാണെന്നറിയാം, ഞങ്ങൾക്ക് തിന്നാനൊന്നുമില്ല, നിങ്ങളെ കണ്ടത്തിന് ഞങ്ങൾ കുറച്ച് കേങ്ങ് നട്ടോട്ടെ എന്നാണ് ചോദിച്ചത്. ചെറിയനോട്ടം പറഞ്ഞ്, കൈക്കോട്ട് പിടിക്കാൻ പറ്റാത്ത നീയാണോ, എനിക്ക് പൊന്തിക്കാൻ പറ്റിയും കൈക്കോട്ടെന്ന് സുജിത്ത് പറഞ്ഞു. എന്നിട്ട് അവൻ അതെടുത്ത് പൊക്കി കടിക്കുകയും ചെയ്തു കൈക്കോട്ട്. അപ്പൊ ചെറിയനേട്ടന് സങ്കടം വന്നിട്ട് പറഞ്ഞു, നീ ആ കണ്ടം എടുത്തോ, അവിടെ നീ കൃഷി ചെയ്തോ എന്ന് പറഞ്ഞു. സഹോദരിയും കൂടെ സുനിതയും കൂടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ തൂമ്പയും ചെറിയ കൈക്കോട്ടുമായിട്ട് അവിടെ പണി തുടങ്ങി. അവരാ വയല് കിഴങ്ങ് കൃഷിക്കായിട്ട് ഒരുക്കിയെടുത്തു. എന്നിട്ട് മറ്റുള്ളവർ ഉപേക്ഷിച്ചു പോയ കിഴങ്ങിന്റെ വള്ളികൾ മുറിച്ച് അവര് നട്ടു. ചെറിയ 2 മൺകുടങ്ങൾ ചെറിയാനേട്ടൻ അവർക്ക് നൽകി. ഉറുമ്പ് അരിമണി കൊണ്ടുപോകുന്ന പോലെ അവര് വെള്ളം തോട്ടിൽ നിന്ന് മുക്കിക്കൊണ്ടുവന്ന് ഒഴിക്കുന്ന നാട്ടുകാര് കണ്ടുവന്നു. അപ്പൊ മറ്റുള്ള കൃഷിക്കാരുടെ മധുരക്കിഴങ്ങ് പാകമാകുന്ന പോലെ ഇതും വളർന്നു വന്നു. രാത്രി സഹോദരിയെ കെട്ടിപ്പിടിച്ചുറങ്ങുന്ന സുജിത്ത് പറഞ്ഞു, കിട്ടുന്ന കേങ്ങിൽ നിന്ന് നമുക്ക് കുറച്ചെടുത്ത് പുഴുങ്ങി ഉണക്കാം, എന്നിട്ട് അടുത്ത കൊല്ലം അത് തിന്നാലോ എന്ന് പറഞ്ഞു. ആദ്യം കേങ്ങ് ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ് അവള് ചിരിച്ചു. അപ്പൊ ഈ വയലറ്റ് കളറിൽ മധുരക്കിഴങ്ങ് ഇങ്ങനെ പാകമായി വരുന്നതൊക്കെ ഇവരുടെ സ്വപ്നങ്ങളിൽ കാണുകയാണ്. അപ്പൊ അത് ഓർത്തപ്പോ സുജിത്തിന് കണ്ണിൽ വെള്ളം നിറഞ്ഞു. അപ്പൊ സുനിത ചോദിച്ചു, എന്തിനാ കരയുന്നത്? അപ്പൊ അമ്മൂമ്മേനെ വിചാരിച്ചാണ് കരഞ്ഞത്.
മാസങ്ങൾ കഴിഞ്ഞ് വയലിൽ നിറയെ കിഴങ്ങ് കൃഷിയുടെ വയലറ്റ് നിറം വന്നു. വിളവെടുപ്പിന് കുറച്ച് ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. കൃഷിക്കാരൊക്കെ വളരെ സന്തോഷത്തോടെ, അതായത് കൃഷിക്കാർ അത്രയും ദിവസം ഈ കിഴങ്ങിന്റെ വള്ളികൾക്ക് കൊടുത്ത ആഹാരം അവരതിൽ നിറച്ചു വെച്ച് കൃഷിക്കാർക്ക് തിരിച്ചു കൊടുക്കുന്നത്. അങ്ങനെയാണല്ലോ ഉരുളക്കിഴങ്ങും മധുരക്കിഴങ്ങും ഒക്കെ. അപ്പൊ ഈ കിഴങ്ങ് പൊളിച്ച് കടിക്കുമ്പോൾ അതിലൊന്ന് വരുന്ന പാൽനീരിനെ കുറിച്ചൊക്കെ ഓർത്ത് കൊതി വന്നു സുനിതയുടെ വായിൽ. വെള്ളം ഊറി. പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം കിഴങ്ങ് വള്ളികളിൽ മഞ്ഞ നിറം, ആ മുഴുവൻ വയലുകളിലും ഒരു മഞ്ഞ നിറം ഇതിൽ ബാധിച്ചു. ചെടികൾ കരിയാൻ തുടങ്ങി. കണ്ണെത്താത്ത ദൂരത്തോളം കിടക്കുന്ന വയല് മുഴുവൻ മഞ്ഞ നിറമായി കൃഷി നശിക്കുന്നത് നാട്ടുകാർ കണ്ടു. പല മരുന്നും തളിച്ചു നോക്കി, രക്ഷയില്ല. അപ്പൊ ഈ രോഗം വന്നുള്ള ഒരു പ്രത്യേകത, കിഴങ്ങിന്റെ വേര് വലുതായി കിഴങ്ങുണ്ടാവില്ല. അപ്പൊ ഇത്തവണ കൃഷിക്ക് ഭയങ്കര ഭീമമായ നഷ്ടം ഉണ്ടാകുമെന്ന് പരിചയസമ്പന്നരായ എല്ലാരും പറഞ്ഞു. അവര് ഈ മധുരക്കിഴങ്ങുകൾക്ക് വെള്ളം കൊടുക്കുന്നതും വളമിടുന്നതും നിർത്തി. സുജിത്തിനും സുനിതയ്ക്കും ഒന്നും മനസ്സിലായില്ല. അവര് വീണ്ടും പഴയതുപോലെ അവരുടെ കണ്ടത്തിലെ മധുരക്കിഴങ്ങുകൾക്ക് അവര് വെള്ളം കൊടുത്തു, വളം കൊടുത്തു. കുട്ടികളുടെ മണ്ടത്തരം ഓർത്ത് മറ്റുള്ള മുതിർന്ന കൃഷിക്കാർ ചിരിച്ചു. അവരുടെ വിശപ്പിനപ്പുറം അവർക്ക് വേറൊന്നും ചിന്തിക്കാനില്ലല്ലോ. അവരെന്ത് ചെയ്തു? അവരുടെ ജോലി പതിവ് പോലെ ചെയ്തുകൊണ്ടിരുന്നു. ഇടയ്ക്ക് വിളവെടുക്കാനുള്ള സമയമായി. ആളുകൾ നിരാശരായിട്ട് വയലിലോട്ട് ഇറങ്ങി മാന്തുകയാണ്. അപ്പൊ പലതും പകുതി വഴിയിൽ വെച്ച് വളർച്ച മുരടിച്ചു പോയ കിഴങ്ങുകളാണ് പലർക്കും കിട്ടി. അതൊക്കെ ആളുകൾ പ്രാഗിക്കൊണ്ട് വലിച്ചെറിഞ്ഞു. ചിലര് കൃഷി ചെയ്ത വയലുകൾ അങ്ങനെ തന്നെ ഉപേക്ഷിച്ചു. എല്ലാരും പോയപ്പോഴാണ് സുജിത്തും സുനിതയും അവരുടെ കണ്ടത്തിലേക്ക് ഇറങ്ങിയത്. തൂമ്പ കൊണ്ട് മണ്ണ് നീക്കിയതും ചുവന്ന ശംഖു പോലെ ചുവന്ന് തുടുത്ത മധുരക്കിഴങ്ങ്, അതും വലിയ കൂറ്റൻ കിഴങ്ങുകൾ. അവർക്ക് അതിലൊന്നും അതിശയം തോന്നിയില്ല. അപ്പൊ അവർ ആ സമയം വരെ നഷ്ടത്തെക്കുറിച്ച് ആലോചിക്കുക അങ്ങനെയൊന്നും ആ കുട്ടികൾ ചെയ്തിട്ടില്ല. ഈ സംഭവം ഗ്രാമത്തിൽ വാർത്ത. ഇത് കാണാനാണ് എല്ലാവരും ഓടിപ്പൊയ്ക്കൊണ്ടിരുന്നത്. നാട്ടുകാരെല്ലാം വന്ന് ഇവരുടെ വിളവെടുപ്പിൽ പങ്കുചേർന്നു. ചാക്കുകൾ നിറച്ചു കൊണ്ട് പോകുന്ന കാഴ്ച കാണാനാണ് എല്ലാവരും എത്തിയത്. ഈ സമയത്താണ് ഞാൻ അവിടെ എത്തുന്നത്. അപ്പൊ മധുരക്കിഴങ്ങിന്റെ ചാക്കുകൾക്കിടയിൽ രണ്ട് കുഞ്ഞു കിഴങ്ങുകളെ പോലെ ഈ സുജിത്ത് സുനിത ഇരിക്കുകയാണ്. അവരുടെ ആത്മവിശ്വാസത്തിൽ നിന്നും ധൈര്യത്തിൽ നിന്നും വളവും വലിച്ചെടുത്താണ് ആ കിഴങ്ങുകൾ വളർന്ന. ആ കിഴങ്ങുകൾ ഒരെണ്ണം ഞാനും എടുത്ത് കടിച്ചു. ആ ജന്മം മുഴുവൻ എനിക്ക് ഒരു ജന്മം മുഴുവനുള്ള ഒരു മധുര എന്റെ വായിലേക്ക് കിട്ടി. അപ്പൊ ഇത് ഞാൻ പറഞ്ഞല്ലോ, മധുരക്കിഴങ്ങിന്റെ കഥ എന്നതിനേക്കാൾ ഒരു ജീവിതം നഷ്ടപ്പെട്ട പ്രതിസന്ധിയിലായ രണ്ട് കുട്ടികൾ അവരുടെ ജീവിതത്തിന് മധുരം പകരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഈ കഥയിൽ കാണുന്നത്. അപ്പൊ കാസർഗോഡ് ബേഡുടുക്കയിലെ രണ്ട് കുരുന്നുകൾ എങ്ങനെയാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായ ദാരിദ്ര്യം, ഒറ്റപ്പെടൽ അവരെങ്ങനെ അതിജീവിച്ചു എന്നാണ് ഈ കഥ പറയുന്നത്. അപ്പൊ അവിടെ ഒരു വ്യക്തിയുണ്ട്. അവർക്ക് എല്ലാത്തിനും ഒരു ആശ്രയമായിട്ടൊരു ആള് വേണമല്ലോ, ഒരു കൈത്താങ്ങായിട്ട് ഒരാൾ വേണമല്ലോ. അതാണ് ചെറിയാനേട്ടൻ. അതാണ് ചെറിയോനേട്ടൻ. ഇതൊരു അനുഭവ കഥയായിട്ട് തന്നെയാണ് രേഖപ്പെടുത്തിയത്. അപ്പൊ ഈ ആൾക്കൂട്ടത്തെ പിന്തുടർന്ന് അവിടെ ഓടിയെത്തിയ എഴുത്തുകാരനാണ് ഈ കാര്യം കാണുന്നത്. ഇതിൽ ചില പ്രയോഗ സവിശേഷതകളുണ്ട്. അതായത് ഒരു ഉറുമ്പ് അരിമണി കൊണ്ടുപോകുന്ന പോലെ വെള്ളം തോട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന കുട്ടികളെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ മധുരക്കിഴങ്ങ് ചാക്കുകൾക്കിടയിൽ രണ്ട് കിഴങ്ങുകളെ പോലെ ഇരിക്കുന്ന സുജിത്തിനെയും സുനിതയും ഇതിനകത്ത്. ഇതൊക്കെ ഇത് കഥയെന്നല്ല, ഇതൊരു അനുഭവക്കുറിപ്പാണ്. ഈ അനുഭവക്കുറിപ്പിനെ ഭാവാത്മകമാക്കുന്നത്. അപ്പൊ ഇവിടെ ചെറിയാനേട്ടന്റെ സവിശേഷതകളെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. ചെറിയാനേട്ടൻ സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു മനുഷ്യനായതുകൊണ്ടാണല്ലോ ഈ കുട്ടികളെ കൈപിടിച്ച് കൈത്താങ്ങായിട്ട് അദ്ദേഹം വരുന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ ആ സഹജീവി സ്നേഹം നമ്മളെ പ്രത്യേകമായി. ഇതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു പാഠത്തിന്റെ പ്രത്യേകത ചോദ്യോത്തരങ്ങൾ തനിയെ തയ്യാറാക്കാൻ നിങ്ങൾ ശ്രമിക്കണം എന്നുള്ളതാണ്. ഇപ്പൊ കഠിന പ്രയത്നത്തിലൂടെ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും അതിലൂടെ കഠിന പ്രയത്നത്തിലൂടെ മുന്നേറി അതിനെ അതിജീവിക്കാൻ കഴിഞ്ഞ കുട്ടികളുടെ വിജയ ചരിത്രമാണ് നമ്മുടെ കഥ. പിന്നെ ആത്മവിശ്വാസവും സ്ഥിരോത്സാഹവും ഉണ്ടെങ്കിൽ ജീവിതത്തിലെ തളർച്ചകളെ നമുക്ക് അതിജീവിക്കാൻ കഴിയും. ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ മനം നൊന്ത് പിന്തിരിഞ്ഞു പോകുന്നവരുമുണ്ട്. പക്ഷെ അതൊരു പാഠമാക്കി എടുത്ത് മുന്നിലേക്ക് പോകുന്നവരും ഉണ്ട്. പിന്നെ ഇതിനകത്ത് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ടല്ലോ, ചാർലി ചാപ്ലിന്റെ കഥ നമ്മൾ വായിച്ചതാണല്ലോ, ആത്മകഥ. അപ്പൊ അതിന്റെ പിന്നെ ബിഥോവൻ, വിൽമ റുഡോൾഫ്, സ്റ്റീഫൻ ഹോക്കിംഗ്, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന ഇന്നസെന്റ്,
ഇവരെയൊക്കെ കാര്യങ്ങൾ നമുക്കറിയാം, ജീവിതത്തിലെ പ്രതിസന്ധികളെ അവർ തരണം ചെയ്തത് എങ്ങനെയാണെന്ന് പറയുന്നു. ഇതിനകത്ത് ചെറിയോനേട്ടൻ ഒരു ശക്തമായ കഥാപാത്രം തന്നെ നിലനിൽക്കുന്നുണ്ട്. ഇതിന്റെ ചെറിയൊരു നോട്ട് ഇതിന്റെ അവസാന ഭാഗത്ത് ചേർത്ത ക്ലാസ്സിൽ കാണുന്ന ഒരു സ്നേഹത്തോടെ ശിവ ടീച്ചർ.